നമസ്കാരം. ജീവൻ കയ്യിൽ പിടിച്ച് കാറിന്റെ ബോണറ്റിൽ തൂങ്ങിക്കിടന്ന നിമിഷങ്ങൾ ഓർത്ത് ഞായറാഴ്ച രാത്രി കണ്ണു ചിമ്മാനായില്ല എന്ന് അനിൽകുമാർ. ബോണറ്റിൽ അള്ളിപ്പിടിച്ച് കിടന്നപ്പോൾ മരണം മുഖാമുഖം കണ്ടതായി അനിൽകുമാർ പറഞ്ഞു. 4 തവണ കാർ വെട്ടിച്ച് വീഴ്ത്താൻ ശ്രമിച്ചു. പൊടുന്നനെ ബ്രേക്ക് ഇട്ടു. എന്നിട്ടും പ്രാണരക്ഷാർത്ഥം പിടിവിട്ടില്ല. കൊടും ക്രൂരത കാണിക്കുമ്പോഴും പോലീസുകാരൻ പരിഹാസത്തോടെ ചിരിക്കുകയായിരുന്നു. ഒടുവിൽ ട്രാഫിക് പോലീസ് സ്റ്റേഷനകത്ത് ചെന്ന് കാർ നിർത്തിയപ്പോഴാണ് ഹൃദയമിടിപ്പ് നിന്നിട്ടില്ല എന്ന് അനിൽകുമാറിന് ബോധ്യമായത്. കൈകാലുകൾ തളർന്നിരുന്നു. ട്രാഫിക് സ്റ്റേഷനിലെ പോലീസുകാർ ആശ്വസിപ്പിച്ചെങ്കിലും മനസ്സ് മരവിച്ച പോലെ തോന്നിയെന്നും അദ്ദേഹം പറഞ്ഞു. 24 വർഷം വിദേശത്ത് ജോലി ചെയ്തിട്ടും കാര്യമായൊന്നും സമ്പാദിക്കാനായില്ല. അതേ തുടർന്നാണ് 1 വർഷം മുൻപ് തളാപ്പിലുള്ള പെട്രോൾ പമ്പിൽ ജോലിക്കെത്തിയത്. അമ്മയും ഭാര്യയും 2 മകളും അടങ്ങുന്നതാണ് അനിൽകുമാറിന്റെ കുടുംബം. ഞായറാഴ്ച രാത്രി വീട്ടിലാർക്കും ഉറങ്ങാനും ആയില്ല. അമ്മയും ഭാര്യയും ജോലി നിർത്താൻ പോലും ആവശ്യപ്പെട്ടു. രാത്രി മുഴുവനും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും 100ലധികം ഫോൺ വിളികൾ എത്തി. ആശ്വാസവാക്കുകളായിരുന്നു കൂടുതലും. ജീവന് വേണ്ടി കേണുകിടന്ന നിമിഷങ്ങൾ ഈ ആയുസ്സിൽ മറക്കാനാകില്ല, അനിൽകുമാർ പറഞ്ഞു. പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി ASI K സന്തോഷ് കുമാറിനെതിരെ മുമ്പും പരാതിയുണ്ടായിരുന്നു. കാൾടെക്സ് ജംഗ്ഷനിൽ ബാരിക്കേഡ് തകർത്ത് പെട്രോൾ പമ്പിലേക്ക് പോലീസ് ജീപ്പ് ഇടിച്ചു കയറ്റിയ സംഭവത്തിൽ 1-ാം പ്രതി സന്തോഷ് കുമാർ ആയിരുന്നു. 2023 ഒക്ടോബർ 15-നാണ് കളക്ടറേറ്റിന് മുന്നിലെ പെട്രോൾ പമ്പിലേക്ക് ജില്ലാ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലെ ജീപ്പ് ഇടിച്ചു കയറ്റിയത്. ഇന്ധനം നിറയ്ക്കാനെത്തിയ കാർ തകർത്ത് ഇന്ധനം നിറയ്ക്കുന്ന യന്ത്രം ഉൾപ്പെടെ തകർത്താണ് ജീപ്പ് നിന്നത്. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തവും അന്ന് ഒഴിവായത്. സംഭവത്തിൽ വകുപ്പ് തല അന്വേഷണം നടത്തിയെങ്കിലും മെമ്മോ മാത്രം നൽകി കേസ് ഒതുക്കുകയായിരുന്നു എന്നും ആക്ഷേപമുണ്ട്.